ഹിന്ദു പുരാണങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ പ്രധാനിയാണ് രാമഭക്തനായ വീരഹനുമാൻ. മഹാദേവപുത്രനായ ഹനുമാൻ തൻ്റെ ശക്തിയുടെ കാര്യത്തിൽ അജയ്യനായിരുന്നു. രാമരാവണ യുദ്ധത്തിൽ മറ്റൊരു ശിവപുത്രനായ മേഘനാഥൻ എന്ന ഇന്ദ്രജിത്ത് മാത്രമായിരുന്നു ഹനുമാനെ പരാജയപ്പെടുത്തിയത്. വളരെ ചെറുപ്പത്തിൽ ഇന്ദ്രദേവന്റെ വജ്രായുധത്തിന്റെ പ്രഹരത്താൽ അവശനായി നിലം പതിച്ച ഹനുമാനെ എടുത്തുകൊണ്ട് വളർത്തച്ഛനായ വായുദേവൻ പാതാളത്തിലേക്ക് പോയി. വായു ഭൂമിയിൽ നിന്ന് വേർപെട്ടപ്പോൾ ചരാചരങ്ങൾക്ക് സ്തംഭനാവസ്ഥയുണ്ടായി. ജീവജാലങ്ങൾ ജീവശ്വാസമില്ലാതെ മരിക്കുമെന്നായി. ഉടനെ ബ്രഹ്മദേവനും മറ്റ് ദേവകളും പാതാളത്തിലെത്തി വായുദേവനെ സാന്ത്വനപ്പെടുത്തി. വജ്രായുധം ഹനുവിൽ അഥവാ താടിയിൽ തട്ടി ക്ഷതമുദ്ര പതിഞ്ഞതിനാൽ ഈ വാനര ശിശു ഇനി മുതൽ ഹനുമാൻ എന്നറിയപ്പെടുമെന്ന് അനുഗ്രഹിച്ചു. കൂടാതെ നിരവധി ദേവകൾ ഹനുമാനെ അനുഗ്രഹിച്ചു. ബ്രഹ്മമുള്ളത്രയും കാലം ആയുഷ്മാനായി ജീവിക്കുമെന്നും ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു. ഒരസ്ത്രങ്ങളും നിന്നെ ബാധിക്കുകയില്ലെന്ന് ഇന്ദ്രദേവനും അഗ്നി ഒരിക്കലും നിന്നെ സ്പർശിക്കുക പോലുമില്ലെന്ന് അഗ്നിദേവനും ഒരിക്കലും മരണമില്ലാതെ ചിരഞ്ജീവിയായി തീരുമെന്ന് യമദേവനും ഹനുമാനെ അനുഗ്രഹിച്ചു. കൂടാതെ ഹനുമാന്റെ 8 അത്ഭുത ശക്തികൾ ഏതെല്ലാം? ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. അണിമ. തൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം ഏറ്റവും ചെറുതാക്കുവാനുള്ള കഴിവ് ഹനുമാനുണ്ടായിരുന്നു. ഈ ശക്തി ഉപയോഗിച്ചായിരുന്നു ശ്രീരാമന്റെ ദൂതനായി ലങ്കയിലെത്തിയ ഹനുമാൻ അവിടുത്തെ രാക്ഷസന്മാരുടെ കണ്ണിൽപ്പെടാതെ സീതാദേവിയുടെ അടുക്കലെത്തിയത്. മഹിമ. സ്വന്തം ശരീര വലിപ്പം പർവ്വതത്തോളം വലുതാക്കുവാനുള്ള കഴിവ്. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്കുള്ള യാത്രയിൽ രാവണന്റെ സേവകയായ സിംഹിക എന്ന രാക്ഷസി ഹനുമാനെ തടഞ്ഞു. അനുവാദമില്ലാതെ ആര് ലങ്കയിലേക്ക് പോയാലും അവരുടെ നിഴലിനെ പിടികൂടി പ്രാണൻ അപഹരിക്കുവാനുള്ള അപാര ശക്തി അവൾക്കുണ്ടായിരുന്നു. സിംഹിക തൻ്റെ ഗുഹ പോലുള്ള വായ തുറന്ന് ഹനുമാനെ വിഴുങ്ങി. മഹിമ എന്ന തൻ്റെ ശക്തി ഉപയോഗിച്ച് സ്വന്തം ശരീരം വലുതാക്കി ആഞ്ജനേയൻ സിംഹികയുടെ വയറ് പിളർന്ന് പുറത്തു വന്നു. ലഖിമ. സ്വന്തം ശരീരഭാരം ഇല്ലാതാക്കുവാനുള്ള കഴിവ്. ഹനുമാൻ ഈ കഴിവുള്ളത് കാരണമാണ് സീതാദേവിക്കുള്ള ദൂതുമായി 100 യോജന ദൂരം കടലിന് മുകളിലൂടെ ചാടി ലങ്കയിൽ എത്തുവാൻ സാധിച്ചത്. ഇത്രയും ദൂരം ചാടിക്കടക്കുവാനുള്ള കഴിവ് മറ്റൊരു വാനരനും ഉണ്ടായിരുന്നില്ല. ഗരിമ. സ്വന്തം ശരീരഭാരം വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ്. ആഞ്ജനേയൻ തൻ്റെ ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് രാമരാവണ യുദ്ധത്തിൽ വൻമരങ്ങളും പാറകളും നിഷ്പ്രയാസം ഉയർത്തി അവയെ ആയുധമാക്കി രാക്ഷസ പടയ്ക്ക് നേരെ പ്രയോഗിച്ചത്. കൂടാതെ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ രാമലക്ഷ്മണന്മാരും വാനരസേനയും ബോധമറ്റ് നിലം പതിച്ചു. അപ്പോൾ മൃതസഞ്ജീവനിക്കായി ഔഷധമല ചുവടെ ഇളക്കിയെടുക്കാനായി ആഞ്ജനേയൻ സ്വന്തം ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ഔഷധമലയെ നിഷ്പ്രയാസം ഉയർത്തി ലങ്കയിലേക്ക് പറക്കുകയും ചെയ്തു. മഹാഭാരതത്തിലെ കരുത്തനായ ഭീമസേനൻ കല്യാണ സൗഗന്ധിക പുഷ്പം തേടിപ്പോയപ്പോൾ വഴി തടഞ്ഞു കിടന്ന ആഞ്ജനേയന്റെ വാല് എടുത്തു മാറ്റുവാൻ ഭീമസേനന് കഴിയാതിരുന്നതും വായുപുത്രന്റെ ഗരിമ എന്ന അത്ഭുത സിദ്ധി മൂലം സ്വന്തം വാലിന്റെ ഭാരം വർദ്ധിപ്പിച്ചതിനാലാണ്. പ്രാപ്തി. എവിടെയും സഞ്ചരിക്കുവാനും എന്തും നേടുവാനുമുള്ള കഴിവ്. ഈ ശക്തി ഉപയോഗിച്ച് ഹനുമാൻ ആകാശത്തിലും പാതാളത്തിലും എവിടെയും സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. തൻ്റെ ഈ കഴിവ് ഉപയോഗിച്ച് ഹനുമാൻ പാതാള ലോകത്തെ അഹിമഹി രാവണന്മാരുടെ കൊട്ടാരത്തിൽ നിന്ന് ശ്രീരാമലക്ഷ്മണന്മാരെ രക്ഷിച്ചു. പ്രാഗാമ്യം. അപ്രതിരോധമായ ഇച്ഛാശക്തി. രാമായണത്തിൽ ഉടനീളം ഹനുമാന് സാധിക്കാത്തതായി ഒന്നുമില്ലായിരുന്നു. എത്ര ദുഷ്കരമായ പ്രതിസന്ധികളെയും വായുപുത്രൻ നിഷ്പ്രയാസം തരണം ചെയ്തിരുന്നു. വായുപുത്രന് മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തച്ചുടയ്ക്കുവാൻ ഹനുമാന് സാധിച്ചത് തൻ്റെ പ്രാഗാമ്യ എന്ന അത്ഭുത ശക്തി മൂലമായിരുന്നു. വസിത്വ. എല്ലാ ജീവജാലങ്ങളുടെയും മേൽ വൈദഗ്ധ്യം. രാവണൻ നിരവധി അസുരന്മാരെ ഹനുമാനെ വധിക്കുവാൻ നിയോഗിച്ചിട്ടും അവരെല്ലാം പരാജയപ്പെട്ടത് ആഞ്ജനേയന്റെ വസിത്വ എന്ന അത്ഭുത ശക്തി മൂലമായിരുന്നു.
പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങൾക്കും വായുപുത്രനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നില്ല. ഇസിത്വ, സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള ശക്തി. വായുപുത്രന് എന്തും നശിപ്പിക്കുവാനും എന്തും സൃഷ്ടിക്കുവാനുമുള്ള കഴിവുണ്ടായിരുന്നു. പുരാണത്തിലെ ഏറ്റവും വലിയ യുദ്ധമായ കുരുക്ഷേത്രത്തിൽ പാണ്ഡവനായ അർജുനന്റെ കൊടിയുടെ മേൽ ആഞ്ജനേയൻ കുടിയിരുന്ന് സർവ കൗരവരെയും നശിപ്പിക്കുവാൻ പാണ്ഡവരെ സഹായിച്ചു.